أعوذ بالله من الشيطان الرجيم يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ തഖ്വയുള്ളതാക്കി തീർക്കണം എന്ന് പ്രത്യേകമായി ഏവരെയും ഉണർത്തുകയാണ്. നാം ഇന്ന് വെള്ളിയാഴ്ച ഒരു വലിയ യുദ്ധം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഒരു പോരാട്ടത്തിന് വേണ്ടി ഇന്ത്യ രാജ്യം ഒരുങ്ങിയിരിക്കുന്ന ദിവസമാണിന്ന്. രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇന്ന് നിർണായകമായ ഇലക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കടുത്ത വെള്ളിയാഴ്ചയാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. കുറച്ച് സംഭവങ്ങൾ നമുക്ക് ഓർമ്മിച്ചാൽ അതിൽ നിന്ന് നാം ഇപ്പോൾ നിലകൊള്ളുന്ന പ്രതിസന്ധികളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ അല്പം ഒരു ധാരണ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വഹദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഖസ്റജ് ഗോത്രവും അവരുടെ ശാഖയായ ബനു സലമ ഗോത്രവും ഔസ് ഗോത്രത്തിലെ ബനു ഹാരിസ, ഈ രണ്ട് ഗോത്രത്തിൽപ്പെട്ട വിഭാഗത്തെയായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹദ് യുദ്ധത്തിന് ഒരുങ്ങിയപ്പോൾ വലതുഭാഗത്തെയും ഇടതുഭാഗത്തെയും സൈനിക നീക്കത്തിനുള്ള പട്ടാളക്കാരായി നിയമിച്ചത് ബനു സലമ ഗോത്രത്തിലെയും ബനു ഹാരിസ ഗോത്രത്തിലെയും അഥവാ ഖസ്റജ് ഔസ് ഗോത്രത്തിൽപ്പെട്ട അൻസാറുകളായ വിശ്വാസികളെയായിരുന്നു. അങ്ങനെയാണ് യുദ്ധത്തിന് മുൻപിലും പിമ്പിലും അതുപോലെ ഇടത്തും വലത്തുമായിട്ടാണ് 4 പാറ്റേണുകളായിട്ടാണ് പട്ടാളക്കാരെ നിയമിക്കാറുള്ളത്. സ്ഥിതിയുടെ ഗൗരവം വളരെ വലുതായിരുന്നു ആ സമയത്ത്. കാരണം മദീനയിൽ നിന്ന് തന്നെ പോരാടിയാൽ മതി എന്ന് പറയുന്ന ചെറുപ്പക്കാരായ ആളുകളുടെ ആവേശജ്വലമായ തീരുമാനം മാറ്റിവെച്ചിട്ട് മദീനയുടെ പുറത്തു പോയിട്ട് യുദ്ധം ചെയ്യാനുള്ള തീരുമാനമെടുത്തപ്പോൾ അതാണ് പ്രവാചകൻ അംഗീകരിച്ചതും അതനുസരിച്ചിട്ടാണ് പ്രവാചകൻ പടയങ്കി ധരിച്ചു പോകുന്നതൊക്കെ. സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത് മദീനയിൽ നിന്ന് യുദ്ധം ചെയ്യുക തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ മദീനയുടെ പുറത്താണ് പോയത്. പോണ പോക്കിൽ ഏറ്റവും വലിയ അന്നത്തെ മുനാഫിക്കായിരുന്ന അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സുലൂൽ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവിൻ്റെ നേതൃത്വത്തിൽ 300ഓളം ആളുകൾ ഇടയ്ക്ക് വെച്ച് യുദ്ധത്തിൽ നിന്ന് പിൻവലിച്ചു. അയാൾ 300ഓളം ആളുകൾ, ആകെ 1000 ആളാണ് മുസ്ലിങ്ങളുള്ളത്. അവിടെ 3 ഇരട്ടിയുണ്ട് ശത്രുക്കൾ, ഖുറൈശികൾ. അപ്പോൾ അവരുമായാണ് യുദ്ധത്തിന് പോകുന്നത്. പോണ പോക്കിൽ ഷൗത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ ഉബയ്യിബിന് സുലൂലിൻ്റെ അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിന് സുലൂലിൻ്റെ നേതൃത്വത്തിലുള്ള 300ഓളം ആളുകൾ പെട്ടെന്ന് പിൻവലിഞ്ഞു കളഞ്ഞു. അവർ മദീനയിലേക്ക് തിരിച്ചുപോയി. ഈ യുദ്ധം ശരിയല്ല, ഇത് കുരുത്തം കെട്ട യുദ്ധമാണ് എന്നും പറഞ്ഞിട്ടാണ് അവർ തിരിച്ചു പോയത്. അങ്ങനെ വഹദ് യുദ്ധത്തിനെ വിശദീകരിക്കല്ല എൻ്റെ ലക്ഷ്യം. വഹദ് യുദ്ധം ആദ്യ സന്ദർഭത്തിൽ വമ്പൻ വിജയമായിരുന്നു. അങ്ങനെ പട്ടാളക്കാരെല്ലാം മുന്നേറുകയായിരുന്നു. ആ സമയത്ത് ഖുറൈശികൾ ബദർ യുദ്ധത്തിലെ അനുഭവം അവർക്ക് ഓർമ്മ വന്നപ്പോൾ അവർ കളം വിട്ട് ഓടിക്കളഞ്ഞു പേടിച്ചിട്ട്. അവർ പോയപ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധമുതലുകൾ ശേഖരിക്കാൻ വിശ്വാസികൾ ഒരുങ്ങി. അപ്പോൾ അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 50ഓളം പടയാളികളെ വഹദ് മലയുടെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയിരുന്നത് മർമ്മപ്രധാനമായ ഒരു അതിർത്തിയാണത്. അവരോട് പറഞ്ഞിരുന്നു, യുദ്ധം ജയിച്ചാലും തോറ്റാലും നിങ്ങൾ ഇറങ്ങി വരാൻ പാടില്ല, എൻ്റെ കൽപ്പന കിട്ടാതെ എന്ന് കർശനമായി പറഞ്ഞിരുന്നു. പക്ഷേ അവർ യുദ്ധം തീർന്നതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു. ഗനീമത്ത് മുതലുകൾ ആളുകൾ ശേഖരിക്കുകയാണ്. അപ്പോൾ അക്കാലഘട്ടത്തിൽ യുദ്ധത്തിൽ കിട്ടുന്നത് കിട്ടിയ പട്ടാളക്കാർക്കുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഭൗതികമായ താല്പര്യം കൂടി അവർക്കുണ്ടായി. അങ്ങനെ അവർ ഇത് ശേഖരിക്കുന്ന ഈ രംഗം കണ്ടപ്പോൾ
വഹദ് മലയുടെ മുകളിൽ നിൽക്കുന്ന പട്ടാളക്കാർ ഇറങ്ങി വന്നു. ഇറങ്ങി വരാൻ പാടില്ലായിരുന്നു അവർ റസൂലിനെ അനുസരിക്കാതെ. അതിന് നേതാവ് അവർ അബ്ദുല്ലാഹിബ്നു ജയ്ഷ് അവരോട് പറഞ്ഞു, ഇറങ്ങരുത്, റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ യുദ്ധം ജയിച്ചാലും തോറ്റാലും റസൂലുള്ളാഹിന്റെ കൽപ്പന കിട്ടാതെ ഇറങ്ങാൻ പാടില്ലാന്ന്. പക്ഷെ അവർ പറഞ്ഞു യുദ്ധം കഴിഞ്ഞു, ഇനിയെന്താ നോക്കാനുള്ളത്, ഋഷികളൊക്കെ ഒളിച്ചു, യുദ്ധം അവസാനിച്ചിരിക്കണം, നമ്മൾ ഇനി ശേഖരിച്ചില്ലെങ്കിൽ നമുക്ക് മുതൽ കിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ഇറങ്ങി. ആ രംഗം ഭയങ്കരമായിരുന്നു. അത് ഖാലിദ് ഇബ്നുൽ വലീദ് എന്ന് പറയുന്ന ഖുറൈശികളുടെ അന്നത്തെ ഏറ്റവും വലിയ പടനായകൻ ഈ തന്ത്രം മനസ്സിലാക്കുകയും ആ മർമ്മപ്രധാനമായ വഹദ് മലയിലൂടെ കയറി വന്ന് അവിടെയുള്ള ഏതാനും പട്ടാളക്കാരെ കൊന്നു തീർക്കുകയും പിന്നിൽ നിന്ന് അതിഭീകരമായി മുസ്ലിങ്ങളെ ആക്രമിക്കുകയും ചെയ്തു. അതിലാണ് പ്രവാചകന് പരിക്ക് പറ്റി, കുഴിയിൽ വീണു, പല്ലുപൊട്ടി, പിന്നെ ഈ പട്ടാളക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ കവചം അദ്ദേഹത്തിൻ്റെ മുഖത്ത് തറച്ചു. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. മാത്രമല്ല ഒരു കിംവദന്തി ഉണ്ടായി, മുഹമ്മദ് കൊല്ലപ്പെട്ട് കഴിഞ്ഞു, ഇനി യുദ്ധം ചെയ്യേണ്ടതില്ല എന്ന്. ആ ഒരു രംഗമാണ് ഈ സന്ദർഭത്തിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ ആരാണ് എന്ന് കൃത്യമായി മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേകത ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആനയെപ്പോലെയാണ്. ആനയ്ക്ക് ആനയുടെ വലിപ്പവും ബുദ്ധിയും തൻ്റെ ഇടവും കഴിവും സ്വന്തമായി വിവേകത്തോടു കൂടി അറിയില്ല. അതുകൊണ്ടാണ് ഇത്ര പോകുന്ന എളുമ്പനായ ഒരു ആനക്കാരൻ്റെ ചെറിയൊരു കൊളുത്തു പോലുള്ള വടി പേടിച്ചിട്ട് ആന വഴങ്ങുന്നത്. ആനയ്ക്ക് ആനയുടെ ശക്തിയും അതിൻ്റെ തൻ്റെ ഇടവും കഴിവും ബുദ്ധിയും ഒക്കെ കൃത്യമായിട്ട് അറിയുമെങ്കിൽ ആന വഴങ്ങില്ല. എന്നാൽ ആന വഴങ്ങുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ തിരിച്ചറിവ് അതിനില്ല. മുസ്ലിം സമുദായം ഏതാണ്ട് ലോകത്ത് ഇന്ന് അങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. നമ്മുടെ ശക്തിയെക്കുറിച്ച്, നമ്മുടെ ചിന്തയെക്കുറിച്ച്, നമ്മുടെ ബോധത്തെക്കുറിച്ച്, നമ്മുടെ ആദർശത്തെക്കുറിച്ച്, നമ്മുടെ ആശയത്തെക്കുറിച്ച്, നമ്മളുടെ ഫിലോസഫിയെക്കുറിച്ച് ഒന്നും തന്നെയും നമുക്ക് ധാരണകളില്ല. സൂറത്ത് ആൽ ഇംറാൻ നമ്മൾ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ബിതാനതൻ മിൻ ദൂനിക്കും ലാ യലൂനകും ഖബാല. നാം നമ്മുടെ ശത്രുക്കൾ കൃത്യമായി മനസ്സിലാക്കാൻ ഉതകുന്ന അള്ളാഹുവിൻ്റെ വചനമാണിത്. സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരിക്കലും ആത്മമിത്രങ്ങളായി നിങ്ങളെയല്ലാതെ അംഗീകരിക്കാൻ പാടില്ല. മുസ്ലിങ്ങളായവരായിരിക്കണം നിങ്ങളുടെ ഉള്ളുകളിൽ അറിയുന്ന ആത്മബന്ധുക്കളായി വരേണ്ടത്. അല്ലാത്തവരെ നിങ്ങൾ ബന്ധുക്കളായി ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. ഇത് മുസ്ലിം ലോകത്തിന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ നാശതാണ്. എന്താ കാരണം? ലാ യലൂനകും ഖബാല. നിങ്ങൾക്കെന്തെങ്കിലും അനർത്ഥമുണ്ടാകുന്നത് യാതൊരു വീഴ്ചയും വരുത്താതെ ചെയ്യുന്നവരാണ് ശത്രുക്കൾ. മുസ്ലിങ്ങളല്ലാത്തവർ, ആദർശപരമായി പ്രതിബദ്ധതയില്ലാത്തവർ, ഇസ്ലാമിനോട് അവർ ഭയങ്കര ശത്രുതയാണ് കാണിക്കാറുള്ളത്. വദ്ദൂമ അനത്തും കത് ബദത്തിൽ ബഗ്ലാമിൻ അഫ്വാഹിഹിം. അവർ മുസ്ലിങ്ങളായ ആളുകൾ കഷ്ടപ്പെടുന്നത് അവർക്ക് വളരെ സന്തോഷമാണ്. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം വരാൻ വലിയ സന്തോഷമാണ് അവർക്ക്. പക്ഷേ കത് ബദത്തിൽ ബഗ്ലാമിൻ അഫ്വാഹിഹിം, അവിടെ വാക്കുകളിൽ നിന്ന് കോപത്തിൻ്റെ വാക്കുകൾ, അവരുടെ വായിൽ നിന്ന് കോപത്തിൻ്റെ വാക്കുകൾ പുറത്തു വരും. ഒമാ തുഖ്ഫി സുദൂറുഹും അക്ബർ. പക്ഷെ അവരുടെ ഹൃദയത്തിൽ അതിനേക്കാൾ വലുതാണുള്ളത്. ചിലപ്പോൾ നമ്മളോട് സോപ്പിട്ട് പറയും, അമേരിക്ക ഒക്കെ കണ്ടില്ലേ, ഒരു ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് യുദ്ധവും സാമഗ്രികളും എല്ലാം കൊടുക്കുക, ആയുധങ്ങളൊക്കെ കൊടുക്കുക, മറുഭാഗത്ത് മുസ്ലിങ്ങളുടെ നാട്ടിൽ പോയിട്ട് അവരുടെ ആളായിട്ട് അഭിനയിക്കുക, എന്നിട്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യം ചെയ്തു കൊടുക്കുക. അതേപോലെ ഇവരെ ഗസയിലൊക്കെ ഉള്ള കഷ്ടപ്പെടുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക, ഒരു ഭാഗത്ത് കൊന്നു തീർക്കുക. ഇത് ലോകത്ത് മുസ്ലിങ്ങൾ മനസ്സിലാക്കണില്ല. ഇപ്പോഴും അറബികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നില്ല. ഞങ്ങളെ ബാക്കിയുള്ളവർ ചൂഷണം ചെയ്യുകയാണെന്നും അവർ യഥാർത്ഥത്തിൽ നമുക്ക് അനർത്ഥമുണ്ടാകുന്നതിൽ യാതൊരു വീഴ്ചയും വരുത്താത്തവരാണെന്നും നമ്മൾ കഷ്ടപ്പെടുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും അവർ വാക്കുകൊണ്ട് വിദ്വേഷത്തിൻ്റെ വാക്കുകൾ പറയുകയും അതിനോടൊപ്പം അവരുടെ ഹൃദയങ്ങളിൽ അതിനേക്കാൾ വലുത് മറച്ചു വയ്ക്കുകയും ചെയ്യുന്നവരാണവർ. എന്നിട്ട് അള്ളാഹു പറയാം, കത് ബയ്യനാലക്കുമല്ലായാത്ത്, അള്ളാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നു. ഇങ്കുന്നും തഅക്കിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ ഇത് മനസ്സിലാക്കാമെന്നാണ്. എന്നിട്ട് തുറന്നുള്ള പറയാം, ഹാ അൻതും ഉലായി തുഹിബ്ബൂനഹും വലാ യുഹിബ്ബൂനക്കും. നിങ്ങളുടെ കഥ എന്താ? നിങ്ങൾക്ക് അവരോട് ഭയങ്കര ഇഷ്ടം അല്ലേ, പക്ഷേ ലാ തുഹിബ്ബൂനക്കും, നിങ്ങളോട് അവർക്ക് യാതൊരു താല്പര്യവുമില്ല, ഒരു ഇഷ്ടവുമില്ല. മുസ്ലിങ്ങൾക്ക് നഷ്ടവും കഷ്ടവും വേദനകളും ദുരന്തങ്ങളും ദുരിതവും വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. മുസ്ലിങ്ങൾ അവർ നീക്കം ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്.
വംശഹത്യക്കാണ് അവർ തുനിയുന്നത്. അത് വെറും ഒരു ഇസ്രായേൽ നോക്കിയിട്ടും പലസ്തീൻ നോക്കിയിട്ടും അമേരിക്ക നോക്കിയിട്ടും മാത്രമല്ല, നമ്മുടെ ആഭ്യന്തരപരമായ രാഷ്ട്രീയ സംവിധാനവും അങ്ങനെയാണ്. നമ്മൾ ആരെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്? ആ ഏൽപ്പിക്കപ്പെട്ടവർ എന്താണ്? നമ്മുടെ ഭരണകൂടങ്ങളായി വരുന്നവരെ നമ്മൾ വിശ്വസിക്കുന്നു. മുസ്ലിങ്ങൾ എന്തൊരു ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും പേരിൽ അവരെ അങ്ങേറ്റം നമ്പുന്നു, അവരെ സ്നേഹിക്കുന്നു. എന്നാൽ അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല. അല്ല പറയാ യുഹിബ്ബൂന, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട്. വലാ യുഹിബ്ബൂനക്കും, അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. ഓ തുമിനൂന ബിൽ കിതാബി കുല്ലി, എല്ലാ ധർമാധിഷ്ഠമായ കിതാബുകളും നിങ്ങളെ കയ്യിലുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് പോരായ്മയുള്ളത്? സമ്പത്തുണ്ട്, അവർക്ക് സൗന്ദര്യമുണ്ട്, ആൾബലമുണ്ട്, ആദർശമുണ്ട്, തൗറാത്തുണ്ട്, ഇഞ്ചീലുണ്ട്, ഖുർആനുണ്ട്, മഹാപണ്ഡിതന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്, ഒക്കെ ഉണ്ടല്ലോ മുസ്ലിങ്ങൾക്ക്. അതല്ല പറഞ്ഞു തുമിനൂന ബിൽ കിതാബി കുല്ലി, എല്ലാ കിതാബിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ ധർമാധിഷ്ഠിതമായ മുഴുവൻ കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുഷ്ഠാനങ്ങളുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയാണ് പെരുമാറുന്നത്. എന്നിട്ട് പറയാം വൈദാലകൂക്കും ഖാലു ആമന്ന, ഈ കപടന്മാരായ ആളുകൾ നിങ്ങൾ രക്ഷാധികാരികളാക്കി, ഉള്ളുകള്ളിക്കാരായി, നിങ്ങൾ ബിതാനത്തായിട്ട്, നിങ്ങൾ ആത്മബന്ധുക്കളായി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ആളുകൾ നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ആമന്ന, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, വിശ്വാസികളാണെന്ന് പറയും. വൈദാ ഹലൗ അള്ളു അലൈക്കുമുൽ അനാമില മിൽ ഗൈർ, നിങ്ങളിൽ നിന്ന് അവർ വേർപെട്ടു പോയാൽ, നിങ്ങളടുത്ത് നിന്ന് മാറിപ്പോയാൽ അവർ വിരലുകടിക്കും. ഓ മുസ്ലിങ്ങൾ, അവരെ നമുക്ക് അരിഞ്ഞു വീഴ്ത്തണം, അവർ നശിപ്പിക്കണം, അവരുടെ ആദർശം, അവരുടെ ഒരു പള്ളി, അവരുടെ ഒരു ദേവാലയം, അവരുടെ ഒരു ധർമ്മധിഷ്ഠങ്ങൾ, അങ്ങനെ 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 അങ്ങനെയാണോ? അതാണ് നിങ്ങളോടുള്ള അരിശത്താൽ അവർ വിരൽ കടിക്കും. അതാണ് അവർ സ്വഭാവം. അള്ളാഹ് ഇതൊക്കെ ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊന്നും മുസ്ലിങ്ങൾ മനസ്സിലാക്കണില്ല. എന്നിട്ട് അള്ളാഹ് പറയാം കുൽ, നബി അവരോട് പറയുക, മൂത്തു ബിഗൈദിക്കും, നിങ്ങളുടെ അരിശത്താൽ നിങ്ങൾ ചത്തുപോകും എന്ന് അവരോട് പറഞ്ഞാൽ മതി. നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ലടോ, ഞങ്ങളുടെ ആദർശപ്രകാരം, ഞങ്ങളുടെ ദീൻ പ്രകാരം, ഞങ്ങളുടെ മതത്തിൻ്റെ ആചാരപ്രകാരം, അനുഷ്ഠാനപ്രകാരം, ഞങ്ങളുടെ ഈമാൻ അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും, നിങ്ങൾ പോയി ചത്താളാം. മൂത്തുപയോഗിക്കും തന്നെ അല്ല പറയുന്നത്. എന്നിട്ട് ഇന്നല്ലാഹു അലീമുൻ ബിദാത്തി സുദൂർ, അള്ളാഹു ഹൃദയത്തുള്ളത് അറിയുന്നവനാണ്. എന്നിട്ട് അല്ല പറയാം വഇൻ തംസസ്കും ഹസനത്തുൻ തസുഉഹും, നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ വന്നാൽ അവർക്ക് വലിയ പ്രയാസമാണ്. മുസ്ലിങ്ങൾക്ക് നേട്ടം, അവർക്ക് ആനുകൂല്യം, അവർക്ക് റിസർവേഷൻ, അവർക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ, നിയമങ്ങൾ, അതൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര പ്രയാസമാണ്. വൈൻ തുസിബുക്കും സയ്യിഅത്തുൻ, നിങ്ങൾക്ക് വല്ല പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാലോ യഫ്രഹു ബിഹ, അവർക്ക് ഭയങ്കര സന്തോഷം. മുസ്ലിങ്ങളുടെ ആനുകൂല്യങ്ങൾ എടുത്തു നീക്കപ്പെട്ടു, മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കും, മുസ്ലിങ്ങളെ രാജ്യത്ത് നിന്ന് എല്ലാ നിലക്കും അടിച്ചോടിക്കും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷം. അവർ അങ്ങനെ പോകണം, അവരങ്ങനെ പോകേണ്ടത് തന്നെയാണ് എന്ന് പറയാം. അങ്ങനെയുള്ള പറയാം. ഇവിടെയൊക്കെ നിങ്ങൾ വേണ്ടത് വൈൻ തസ്ബിറു, പരമാവധി നിങ്ങൾ ക്ഷമിക്കണം. ഓ തത്തഖു, നിയമങ്ങളെയും അള്ളാഹുവിനെയും സൂക്ഷിച്ച് ജീവിക്കണം. ലാ യളുറുക്കും കൈദുഹും ഷൈഅ, അവരുടെ ചതികളും വഞ്ചനകളും കുതന്ത്രങ്ങളും നിങ്ങളെ യാതൊരു വിധത്തിലും ബാധിക്കുകയില്ല എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോളൂ. ഇന്നല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്, അവർ ചെയ്യുന്നത് എന്താണ് എന്ന് അള്ളാഹു വലയം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഇന്ത്യൻ ജനതയിലെ മുസ്ലിങ്ങളുടെയും സ്ഥിതിയാണ് ഞാൻ ഈ വിശദീകരിച്ചത്. ഇപ്പോൾ ഏതാണ്ട് ചിത്രമാണ് ലോകത്തുള്ളത്. നമ്മൾ ഇവരെ വിശ്വസിക്കേണ്ടവരെയല്ല വിശ്വസിക്കുന്നത്, നമ്മൾ ഏൽപ്പിക്കേണ്ടവരെയല്ല ഏൽപ്പിക്കുന്നത്. നമ്മുടെ രക്ഷകരായി മുന്നോട്ട് വരുന്നവരൊന്നും നമുക്ക് രക്ഷകരല്ല യഥാർത്ഥത്തിൽ. അവർ അവസരം കിട്ടുമ്പോൾ ഏറ്റവും അടുത്തിരിക്കുന്ന കസേരയിലെ ആത്മമിത്രമായിരിക്കും. ചിലപ്പോൾ വർഗീയ ലാഭമുണ്ടായാൽ വാളുമായി വെട്ടാൻ വരാം. എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ്റെ അനുഭവം അതാണ്. ബാംഗ്ലൂരിൽ ITയിൽ ജോലി ചെയ്യുന്ന സമയത്ത് വളരെ ഭക്ഷണം പോലും ഉച്ചക്കും വൈകുന്നേരം പങ്കുവെക്കുകയും നമസ്കരിക്കാൻ മുസല്ല വരെ കൊടുന്നു കൊടുക്കുകയും ചെയ്യുന്ന അമുസ്ലിം സഹോദരങ്ങളായിരുന്നു അവർ. വളരെ അടുത്ത ബന്ധുക്കളെ പോലെ പെരുമാറി. എന്നിട്ടവിടെ വർഗീയ ലാഭമുണ്ടായപ്പോഴോ ജ്യേഷ്ഠൻ്റെയും അളിയൻ്റെയും പിന്നിൽ വാളെടുത്തുകൊണ്ടും ആയുധങ്ങളെടുത്തുകൊണ്ടും കൊല്ലാൻ വേണ്ടി വന്നത് അവരാ. ഇത് തിരിച്ചറിയണമെന്നാണ് അള്ളാഹ് പറയണത്. നിങ്ങൾ തിരിച്ചറിയണം, പേടിപ്പെടുത്തല്ല.
ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈമാനും ധൈര്യവും വർദ്ധിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇതാ വരാൻ പോകുന്ന ഇലക്ഷനിൽ വളരെ കരുതലോടുകൂടിയായിരിക്കും വോട്ട് ചെയ്യേണ്ടത്. നമ്മൾ മുക്കിലിരുത്തേണ്ടവരെ മുക്കിലിരുത്തുകയും ഭരണത്തിൽ കൊണ്ടുവരേണ്ടവരെ ഭരണത്തിൽ കൊണ്ടുവരികയും ചെയ്യണം. കപടന്മാരായ ആളുകളെ കൃത്യമായി നാം തിരിച്ചറിയണം. നോക്കൂ, നിങ്ങൾ ഇസ്സത്ത് മുസ്ലിങ്ങളോടൊപ്പം തന്നെയാണ് എന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. ജുമയും സൂറത്ത് മുനാഫിഖൂനല്ലേ, അത് രണ്ടും എല്ലാ വെള്ളിയാഴ്ച മുന്നോടിയായിട്ട് വെള്ളിയാഴ്ചയുടെ തലേ രാവിലെ തന്നെ സൂറത്ത് ജുമയും മുനാഫിഖൂനയും ഇഷ നമസ്കാരത്തിലോ ഫജ്റിലോ ഒക്കെ ഓതും. ജുമയ്ക്കും അതിലെ ആയത്തുകൾ റസൂൽ ഓതാറുണ്ട്. എന്താ കാരണം എന്നറിയോ? ജുമ എന്ന സൂറത്തിൽ മുസ്ലിങ്ങൾ ഏറ്റവും കഠോരായ ശത്രുക്കളായ ജൂതന്മാരെക്കുറിച്ച് നന്നായി പറയുന്നുണ്ട്. സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറയുന്ന അധ്യായത്തിൽ കപടന്മാരായ ആളുകളുടെ മുഴുവൻ ചിത്രങ്ങളും അല്ലാഹു തആല നമുക്ക് വെളിവാക്കി തരുന്നുണ്ട്. മുനാഫിക്കുകളായ ആളുകൾ ഏറ്റവും കൂടുതൽ ഇസ്ലാമിന് ദ്രോഹം ചെയ്തവരാണ്. അവർ ജനമധ്യേ ഈ ആയത്തും ഈ സൂറത്തുകളും ആഴ്ചക്കാഴ്ചക്ക് ഓതി കേൾപ്പിക്കാനാണ് പ്രവാചകൻ മാർഗമുണ്ടാക്കിയത്. കാരണം ഇത് ഓർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ സൂറത്ത് ജുമയും മുനാഫിഖൂനയും ശരിക്കും പഠിക്കേണ്ടത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് അത് ഉള്ള വിഷയങ്ങളിൽ പഠിക്കാം. മുസ്ലിം വേഷമണിഞ്ഞ് ഉള്ളിൽ കാപട്യം വെച്ച് ഇസ്ലാമിനതിൽ ഗൂഢഭദ്ര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മുസ്ലിങ്ങളുടെ വേദനയിൽ സന്തോഷിക്കുകയും മുസ്ലിങ്ങളുടെ സന്തോഷത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്ന കപടന്മാരായ ആളുകൾ ആരൊക്കെയാണ് എന്ന് അവർ മതരംഗത്തുണ്ടാകാം, രാഷ്ട്രീയ രംഗത്തുണ്ടാകാം, ഭൗതികമായ രംഗത്തുണ്ടാകാം. അവരെ എല്ലാവരെയും തിരിച്ചറിയുന്ന ബുദ്ധിയും വിവേകവും തൻ്റെ ഇടവുമുള്ളവരായിരിക്കണം മുസ്ലിങ്ങൾ എന്നാണ് അല്ലാഹു പറയുന്നത്. ഈ സൂറത്തിൽ ഒരു ആയത്തുണ്ട്, ഞാൻ ഓതി കൽപ്പിച്ചാത്ത്. യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അഅസ്സു മിന്നൽ അദല്ല വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. യുദ്ധത്തിന് വേണ്ടി മദീനയിൽ നിന്ന് സഹാബത്തും റസൂലും അൻസാരികളും മുഹാജിറുകളും പുറത്താണ്. മദീനയിൽ കുറച്ച് അവശേഷിച്ച കുടുംബങ്ങളും കുറച്ച് മുനാഫിക്കുകളും ബാക്കിയുണ്ട്. യുദ്ധത്തിന് പോകാത്ത മുനാഫിക്കുകളും ബാക്കിയുണ്ട്. ആ മുനാഫിക്കുകളുടെ നേതാവ് ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹിബിന് ഉബയ്യബിന് സുലൂലാണ്. അയാൾ പറഞ്ഞു, ഇവർ മനുഷ്യനെ കഷ്ടപ്പെടുത്തുകയാണ്. കഠിനമായ ചൂടും അതുപോലെ തന്നെ ദാരിദ്ര്യവും കഷ്ടപ്പാടൊക്കെ ഉള്ള സമയത്ത് പോലും ഈ മുഹമ്മദ് ഈ മദീനയിലുള്ള പാവങ്ങളെ കൊണ്ടുപോയി യുദ്ധം ചെയ്യിപ്പിക്കുകയാണ്. ഈ മുഹമ്മദ് ഇങ്ങോട്ട് തിരിച്ചു വരട്ടെ, നമ്മൾ കാലിൻ്റെ അടിയിൽ ചുവട്ടി അവരെ നിന്ദരും നികിഷ്ടരുമാക്കും എന്ന് ഈ മനുഷ്യൻ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നത്, യഖൂലൂൻ, അവർ പറയുന്നു, ലഇൻ റജഅനാ ഇലൽ മദീന, അവർ മദീനയിലേക്ക് മടങ്ങി വന്നാൽ ലയുഖ്രിജന്നൽ അഅസ്സു മിന്നൽ അദല്ല, നമ്മിലെ പ്രതാപവാന്മാരായ ആളുകൾ അവരെ നിന്ദന്മാരായ ആളുകളെ ചവിട്ടിത്തേൽക്കും. അപ്പോൾ അല്ലാഹു മറുപടി പറഞ്ഞു, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി, അള്ളാഹ്ക്കും റസൂലിനുമാണ് ഇസ്സത്തുള്ളത്. ഇസ്സ അവർക്കാണുള്ളത്. വലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കുമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ആദർശം പൊലിമയുള്ള ആദർശമാണ്. ഇഹലോകവും പരലോകവും ഒരുപോലെ നമുക്ക് നന്മ ചെയ്യുന്ന ആദർശമാണ് നമ്മുടേത്. നമ്മുടെ ആദർശത്തിൻ്റെ മുമ്പിൽ നോക്ക്, 14 നൂറ്റാണ്ട് പിന്നിട്ടിട്ട് ഇപ്പോഴും ഇസ്ലാമിലേക്ക് കൂലം കുത്തി ഒഴുകുകയല്ലേ ചിന്തകന്മാരും ബുദ്ധിമാന്മാരും ശാസ്ത്രജ്ഞന്മാരും ഗവേഷകന്മാരും വലിയ വലിയ മഹാന്മാരായ ആളുകളൊക്കെ. ഇത് കണ്ടറിഞ്ഞുകൂടും നമുക്ക്. നമ്മുടെ മതം എല്ലാ മതത്തെക്കാളും വലിയ ഉന്നതമായ മതം തന്നെയാണ്. അതെപ്പോഴും ലാഹിറായി നിൽക്കാനാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അവർ യുരീദൂന ലിയുത്ഫി നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അള്ളാഹു അത് പൂർത്തീകരിക്കും. നമ്മൾ അതിനനുസരിച്ച് നിന്നാൽ, നമ്മൾ വിലങ്ങി നിന്നാൽ അള്ളാഹു നമ്മെ സഹായിക്കുകയില്ല. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, അള്ളാഹുനെ നിങ്ങൾ സഹായിക്കാൻ തയ്യാറായാലാണ്, അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാൻ തയ്യാറായാലാണ് അള്ളാഹു നിങ്ങളെ സഹായിക്കുക. അങ്ങനെ യുദ്ധത്തിന് മദീന വിട്ടുപോയ അവർ തിരിച്ചു വന്നാൽ അവരെ ഇസ്സത്തുള്ള ഞങ്ങൾ നിന്ദന്മാരാക്കി തരം താഴ്ത്തി അവരെ ഒന്നുമല്ലാതാക്കും എന്നൊക്കെ അവർ പ്രഖ്യാപിച്ചു. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മടങ്ങി വന്നപ്പോൾ സംഭവിച്ചതെന്താ? മുനാഫിക്കുകളുടെ ഉള്ളുകളികളെല്ലാം അല്ലാഹു തആല തുറന്നടിച്ചുകൊണ്ട് സൂറത്തുൽ മുനാഫിഖൂൻ ഇറക്കി. എന്നിട്ട് അവർക്ക് അതിശക്തമായ താക്കീതുകൾ നൽകി. അവരുണ്ടാക്കിയ മസ്ജിദുൽ ദിറാർ വരെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊളിച്ചു കളഞ്ഞു. മുനാഫിക്കുകളെ മുനാഫിക്കുകളായി തന്നെ കാണാൻ എല്ലാവരും പഠിപ്പിച്ചു. അങ്ങനെ വിശ്വാസികളുടെ വിശ്വാസം ദൃഢമായി.
അവിടെ അല്ലാഹു തആല പറഞ്ഞു വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് അള്ളാഹുവിനും അള്ളാഹിൻ്റെ റസൂലിനും അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസികൾക്കും ഉള്ളതാകുന്നു എന്ന് അള്ളാഹ് പറഞ്ഞു. യൻസുറുല്ലാഹ ഫലാ ഗാലിബ ലക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറായാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. വയഖ്ദുൽകും ഫമൻ ദല്ലദീ യൻസുറുക്കും മിൻ ബഅദി. നിങ്ങൾ നിന്ദന്മാരായാൽ പിന്നെ അള്ളാഹു എങ്ങനെയാണ് നിങ്ങളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയാം? അതുകൊണ്ട് ആരെങ്കിലും നിന്ദന്മാരായി കഴിഞ്ഞാൽ അള്ളാഹു അല്ലാതെ വേറെ ആരും അവരെ സഹായിക്കാനുണ്ടാവില്ല. പടച്ചോൻ തന്നെ വരണം സഹായിക്കാൻ. വഅലല്ലാഹി ഫല്യതവക്കൽ മുഅ്മിനൂൻ. അതുകൊണ്ട് വിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ എന്നാണ്. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞതാണ്, നമ്മൾ തിരിച്ചറിയണം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞ ഒരു ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. ഉഅതീതു ഖംസൻ ലം യുഅതിഹിന്ന അഹദുൻ ഖബലി. 5 കാര്യങ്ങൾ കൊണ്ട് മുഹമ്മദ് നബിയെയും മുഹമ്മദിൻ്റെ ഉമ്മത്തിനെയും വിശ്വാസികളെയും അന്ത്യകാലം വരെ അല്ലാഹു തആല ആദരിച്ചിട്ടുണ്ട്. എന്താ 5 കാര്യം? റസൂലുള്ളാഹി പറയാ, ഉഅതീതു ഖംസൻ ലം യുഅതിഹിന്ന അഹദുൻ ഖബലി. എനിക്ക് മുമ്പ് ആർക്കും നൽകാത്ത 5 അനുഗ്രഹങ്ങൾ ഈ ഉമ്മത്തിനും എനിക്കും എൻ്റെ ഉമ്മത്തിനും നൽകിയിട്ടുണ്ട്. എന്താണത്? 1, നുസിർതു ബിർറഅബി മസീറത ഷഹ്റിൻ. ഒരു മാസക്കാലം കുതിരപ്പുറത്തോ വേഗത കൂടിയ വാഹനപ്പുറത്തോ യാത്ര ചെയ്താൽ എത്ര ദൂരമുണ്ടാകുമോ അങ്ങനെ അക്കാലത്തെ കണക്കാക്കൽ. കിലോമീറ്ററും നാഴികളും പറയുന്നതിനേക്കാൾ അവർക്ക് മനസ്സിലാകലതാ. ഒരു മാസക്കാലം സഞ്ചരിച്ചാൽ എത്ര ദൂരെത്തുമോ അത്ര ദൂരമുള്ളവർക്ക് പോലും മുഹമ്മദിനെക്കുറിച്ച് കേട്ടാൽ, വിശ്വാസികളെക്കുറിച്ച് കേട്ടാൽ ഉൾഭയവും അവർക്കൊരു പേടിയും ഒരു ബഹുമാനവും ഒരു ഉത്തരവാദിത്വ ബോധമൊക്കെ തോന്നും. മുസ്ലിങ്ങൾ അവർ പേടിക്കണം, അവരെ കരുതിയിരിക്കണം, അവർ ചില്ലക്കാരൊന്നല്ല, അവർ ആദർശ പ്രതിബദ്ധതയുള്ളവരാണ്, അവർ മതം മുറുകെ പിടിക്കുന്നവരാണ്, അവർ ഇജ്ജത്തുള്ളവരാണ്, അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളൊരു ഭയം എൻ്റെ ഉമ്മത്തികളെക്കുറിച്ച് എന്നെക്കുറിച്ച് എത്രയോ ദൂരമുള്ള ആളുകൾക്ക് പോലും ഉണ്ടാകും. അതെനിക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹമാണെന്നാണ് നമ്മൾ തിരിച്ചറിയാൻ ഞാനിത് പറയുന്നത്. 2, വജുഇലത്തിൽ അർളി കുല്ലുഹാ മസ്ജിദൻ വതുഹുറ. ഭൂമി മുഴുവനും ശുദ്ധിയുള്ളതും സുജൂദുകൾ ചെയ്യാൻ സാധിക്കുന്നതുമായ സ്ഥലമായിട്ടാണ് അല്ലാഹു എനിക്ക് തന്നിട്ടുള്ളത്. ഭൂമിയിൽ എവിടെ പോയാലും നമസ്കാരം നിർവഹിക്കുവാനും അവിടെയുള്ള മണ്ണും വെള്ളവും എല്ലാം ഉപയോഗിച്ച് ശുദ്ധീകരിക്കുവാനുമുള്ള ഒരു അനുഗ്രഹം അല്ലാഹു തആല എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എത്തി പറയാൻ സമയമില്ല. 3-മത്തേത് ഹില്ലത്തിൽ ഗനായിം. യുദ്ധമുതലുകൾ എനിക്ക് ഹലാലായ മുതലായി അംഗീകരിച്ചിരിക്കുന്നു അല്ലാഹു. മറ്റു കാലങ്ങളിലൊന്നും അങ്ങനെയല്ല. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഉമ്മത്തിനും അല്ലാഹു തആല യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വത്തുകൾ, അതിന് കൊള്ള മുതൽ എന്നൊക്കെയാണ് യൂറോപ്യന്മാർ വ്യാഖ്യാനിക്കാറുള്ളത്. കൊള്ളയല്ലത്. റസൂൽ പറയാ ഉഹില്ലത്തിൽ ഗനായിം. യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സമ്പത്ത് എനിക്കും എൻ്റെ അനുയായികൾക്കും അനുവദനീയമാക്കിയിട്ടുണ്ട്. 4-മത്തേത് ഉഅ്തിയത്തു അഷ്ശഫാഅ. എനിക്ക് ഷഫാഅത്തിനുള്ള അധികാരം തന്നിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും പ്രയാസപ്പെട്ട് കൈമലർത്തുമ്പോൾ അള്ളാഹുവിനോട് ശുപാർശ പറഞ്ഞിട്ട് എല്ലാവരുടെയും വിചാരണ എടുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പറയാനുള്ള പ്രത്യേകമായ ഷഫാഅത്തുൽ ഉളുമ, ഉന്നതമായ ഷഫാഅത്തുള്ള അധികാരം എനിക്ക് മാത്രമാണ് അള്ളാഹു തന്നിട്ടുള്ളത്. 5-മത്തേത് വഖാനൻ നബി യുബ്അസു ഇലാ ഖൗമിഹി ഖാസത്തൻ വബുഇസ്തു ഇലൻ നാസി അമ്മത്തൻ. എനിക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെല്ലാം ഒരു ജനതയിലേക്ക് മാത്രം ബാധകമായവരായിരുന്നു. എന്നാൽ ഞാൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഒരുപോലെ ബാധകനായ പ്രവാചകനായിട്ടായിരുന്നു. ഈ 5 അനുഗ്രഹങ്ങൾ ഉമ്മത്ത് മുഹമ്മദിന്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഉമ്മത്തിനും അള്ളാഹു ചെയ്തിരിക്കുന്ന വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം നാം തിരിച്ചറിയണം. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി നമ്മൾ ധീരമായി തന്നെ മുന്നോട്ട് പോകണം. ഭയമില്ലാതെ ജീവിക്കണം. നമ്മൾ പേടിപ്പെടുത്താൻ ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരാലും നമ്മളെ പേടിപ്പെടുത്തുക. നമ്മളെ സഹായിക്കണമെങ്കിൽ അവർ വേണം, ഇവർ വേണം, ഞങ്ങളുടെ ഭരണകൂടം വേണം എന്നൊക്കെ പറഞ്ഞ് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവരൊക്കെ അവിടെ ഇരുത്തിക്കോ. എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യുക? അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നൻ നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. സൂറത്ത് ആല ഇംറാൻ 173-ാമത്തെ വചനം പറയാ. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. ശത്രുക്കൾ മുഴുക്കയും മദീനയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നാനാഭാഗത്തു നിന്നും ശത്രുക്കൾ ഒന്നായിട്ട് വന്നിരിക്കുക. അപ്പോൾ ആളുകൾ വന്ന് പറഞ്ഞു, ഇന്നൻ നാസ ഖദ് ജമഉ ലക്കും, ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരിൽ പടയൊരുങ്ങി വന്നിരിക്കുന്നു, പേടിച്ചോ, നിങ്ങൾ നാട് വിട്ടോ, ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, പേടിക്കണം അവരെ നിങ്ങൾക്ക് നേരിടാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാന,
ഈമാൻ വർദ്ധിക്കുക ചെയ്തത് വിശ്വാസികൾക്ക്. വഖാലു ഹസ്ബുനല്ലാ, അവർ ഒന്നടങ്കം പ്രഖ്യാപിച്ചു, ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ല മതി, അല്ല മതി ഞങ്ങൾക്ക്. നിങ്ങളുടെ സംരക്ഷണം വ്യാജമാണ്, കപടമാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആര് ഭരിക്കണമെന്ന്. ഞങ്ങളെ ഭരിക്കേണ്ടവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും. ഈ വോട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം ഇന്ന്. ആ ആയുധം ഭംഗിയായി അടുത്ത നിർവഹിക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിലിട്ടപ്പോൾ ഹസ്ബുനല്ലാ എന്ന് ഇബ്രാഹിം പറഞ്ഞപ്പോഴാണ് അള്ളാഹു അദ്ദേഹത്തെ രക്ഷിച്ചത്. അതേ വചനം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്തു. അപ്പോൾ പറഞ്ഞതാണ് മുഹമ്മദ് നബി യുദ്ധത്തിന് വേണ്ടി നാനാഭാഗത്തു നിന്നും പടയൊരുങ്ങി വന്നപ്പോൾ ആളുകൾ പറഞ്ഞു, പേടിക്കണം പേടിക്കണം അവരെ എന്ന്. റസൂൽ പറഞ്ഞു, ഒരു പേടി ഞങ്ങൾക്കില്ല, ഹസ്ബുനല്ലാഹു നിഅ്മൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ല മതി. ഞങ്ങൾക്ക് ഭരമേൽപ്പിക്കാൻ, ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ഏറ്റവും അനുഗ്രഹീതൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന്. ഈ ഒരു ധാരണയോടും തീരുമാനത്തോടു കൂടിയും ഈമാനോടു കൂടിയാണ് നാം രാജ്യത്ത് നടക്കുന്ന ഏത് സംഭവങ്ങളെയും നേരിടേണ്ടത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം നമുക്കുണ്ടാകും. ഇന്ത്യ രാജ്യം വലിയ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലുള്ള നമ്മുടെ വിലയേറിയ ആ വോട്ടിംഗ് എന്ന് പറയുന്ന ആയുധമുണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുത്തേണ്ടവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുകയും ആരാണോ നമ്മുടെ ഭരണാധിപന്മാരായി വരേണ്ടത് എന്ന് നാം തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യുവാനോ ഏതെങ്കിലും പാർട്ടിക്ക് ചെയ്യേണ്ടെന്ന് പറയുവാനോ നമ്മളാളല്ല. അങ്ങനത്തെ രാഷ്ട്രീയവുമല്ല നമ്മൾ ഈ മെമ്പറിൽ പറയുന്നത്. മറിച്ച് നമ്മൾക്ക് നമ്മളെ തിരിച്ചറിയണം. നമ്മുടെ കഴിവുകളും യുക്തികളും ബുദ്ധിയും നമ്മുടെ പ്രാപ്തിയും നമ്മുടെ നിലനിൽപ്പും നമ്മുടെ അസ്തിത്വവുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മളതിന് മുന്നോട്ട് പോകണം. റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തുൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്. പറഞ്ഞതുപോലെ അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ വരികയാണ്. ഭരണം ആരായാലും ഏത് പാർട്ടിയായാലും, രാജാവ് ഭരിച്ചാലും പ്രസിഡന്റ് ഭരിച്ചാലും പ്രധാനമന്ത്രി ഭരിച്ചാലും മുഖ്യമന്ത്രിമാർ ഭരിച്ചാലും എന്തു തന്നെ ആയാലും മനുഷ്യർക്ക് മൊത്തത്തിൽ നീതി കിട്ടണം, മനുഷ്യത്വം ലഭിക്കണം, സ്വാതന്ത്ര്യം വേണം. അവിടെ അവകാശങ്ങൾ ഹനിക്കപ്പെടരുത്, അവിടെ ജീവിതത്തെ ദുസ്സഹമാക്കരുത്. അത് ചെയ്തു തരുന്ന ആ നീതിയും ധർമ്മവും മനുഷ്യത്വവും ഒക്കെ ചെയ്തു തരുമെന്ന് ഉറപ്പുള്ളവരെ നാം അനുസരിക്കാൻ ബാധ്യതയുള്ളൂ. നീതിനിഷ്ഠതയോടുകൂടി ഭരണം നടത്തുന്നവരെ അനുസരിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. അത് മുസ്ലിങ്ങളായിക്കൊള്ളണമെന്നില്ല. ഒരു 70-75-80% മുസ്ലിങ്ങൾ വരുന്നിടത്ത് മുസ്ലിങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ഭരണകൂടം വരുമ്പോൾ മാത്രമേ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഭരണം ആവശ്യപ്പെടാൻ പോലും മുസ്ലിങ്ങൾക്ക് പാടുള്ളൂ. മറിച്ച് 50% പോലും മുസ്ലിങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരണം ആവശ്യപ്പെടാൻ അവർക്ക് അവകാശമില്ല. കാരണം ശരീഅത്ത് അങ്ങനെ നടപ്പിലാക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് എല്ലാവരുടെയും ഈമാൻ കൊണ്ട് വഴിപ്പെട്ട ഹൃദയമുള്ളവരെയാണ് ഇസ്ലാം സുന്ദരമായി ഭരിക്കാൻ കഴിയുക. ഇസ്ലാമിൽ അടിച്ചമർത്തുന്ന ഭരണമില്ല, സ്വച്ഛാധിപത്യമില്ല, ഏകാധിപത്യമില്ല. നീതിയിൽ അധിഷ്ഠിതമായ ഭരണമാണ് ഇസ്ലാമിൻ്റേത്. അതുകൊണ്ട് നീതി ലഭിക്കുന്നത് ആരാണ്, ആര് തരും എന്നത് നാം തീരുമാനിക്കണം. അത് നമുക്ക് തീരുമാനിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കഴിയുകയും ചെയ്യും നമ്മുടെ വിവേകം ഉപയോഗിച്ചാൽ. ആ വിവേകം ഉപയോഗിച്ചുകൊണ്ട് നമ്മെ ആര് ഭരിക്കണം എന്നത് ജനാധിപത്യം, മതേതരത്വം, മതസ്വാതന്ത്ര്യം ഇത് പുലരുന്ന വിഭാഗത്തെ നാം സഹായിക്കണം. അവർക്കാണ് നാം വോട്ട് ചെയ്യേണ്ടത്. ന്യൂനപക്ഷ അവകാശങ്ങൾ ഹനിക്കാൻ പാടില്ല. എല്ലാ മതത്തിനും തുല്യ സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയെ തകർത്ത് 2/3 ഭൂരിപക്ഷം നേടി ഇന്ത്യൻ ഭരണഘടനയെ തകർത്തിട്ട് ഇവിടെ മതഭരണം അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള തോന്നിവാസങ്ങൾ നടപ്പിലാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയണം. അടുത്ത ആഴ്ച ഒരാളും ഇലക്ഷന് പോകാതെ മാറി നിൽക്കരുത്. വെള്ളിയാഴ്ചയാണ് കരുതി കൂട്ടിയിട്ടാണ് വെള്ളിയാഴ്ച വെച്ചിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നാണ് ഇന്ത്യയിൽ ഏറ്റവും ഇലക്ഷൻ തുടങ്ങിയ ദിവസം. കർണാടക അടക്കമുള്ള സ്റ്റേറ്റുകളതാണ്. മുസ്ലിങ്ങളെ
എങ്ങനെയെങ്കിലും അവർക്ക് പ്രയാസമുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് എല്ലാ മുസ്ലിം വിഭാഗങ്ങളും ഇന്ത്യ രാജ്യം മുഴുവൻ ആവശ്യപ്പെട്ട് വെള്ളിയാഴ്ചയിൽ നിന്ന് ഇലക്ഷൻ മാറ്റണമെന്ന് മാറ്റി തന്നിട്ടില്ല. പക്ഷേ നമ്മളെന്ത് വേണം? ബുദ്ധിപൂർവ്വം വിവേകത്തോടുകൂടി അതിനെ കൈകാര്യം ചെയ്യണം. ഈ ജുമയുടെ പേര് പറഞ്ഞ്, കുളിയുടെ പേര് പറഞ്ഞ്, വസ്ത്രം ധരിക്കുന്ന പേര് പറഞ്ഞ്, പള്ളിയിൽ പോണ പേര് പറഞ്ഞ് ഒരാൾ വോട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ക്രമീകരണങ്ങൾ വരുത്തി, ഖുത്ബകൾ വേണമെങ്കിൽ ചുരുക്കി, കുറഞ്ഞ സമയം മാത്രം ഉപദേശം നൽകി ഈ ഇലക്ഷന് രാവിലെ തന്നെ എല്ലാവരും പോയി ജുമേൻ്റെ മുമ്പ് തന്നെ വോട്ട് ചെയ്ത് വരണം. ഒരാളുടെയും വോട്ട് പാഴാൻ പാടില്ല. നമ്മുടെ വീടുകളിലുള്ള നമ്മളെ അമ്മമാരെയും പെങ്ങന്മാരെയും ഭാര്യമാരെയും വോട്ടുള്ള എല്ലാ വോട്ടർമാരെയും വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അങ്ങനെ നമ്മെ ഭരിക്കേണ്ടവർ നീതിനിഷ്ഠന്മാരായ ആളുകളാണ് എന്ന വിവേകം നാം കാട്ടിക്കൊടുക്കണം. ആരും മാറി നിൽക്കാൻ പാടില്ല. ഉദ്യോഗസ്ഥർക്ക് ജുമാക്ക് കഴിവുണ്ട്. ഈ വോട്ടിങ്ങിന് പോകുന്ന ഉദ്യോഗസ്ഥന്മാർ ജുമാ നഷ്ടപ്പെട്ടതുകൊണ്ട് അവർ ബേജാറാകണ്ട. അവർക്ക് ജമ്മും കസറുമായി ലഹറും അസറുമായി നിസ്കരിച്ചാൽ മതി. സാധിക്കുന്നവർക്ക് ജുമാ നിസ്കരിക്കാം. അവർ പോകാൻ പറ്റില്ല അവർക്ക്, കാരണം അവർ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ആ സാധനങ്ങൾ അവിടെ വെച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് അള്ളാഹു കിഴി കൊടുക്കും. അവർ യാത്രക്കാരാണ്, അല്ലെങ്കിൽ അവർ അന്യരാഷ്ട്രങ്ങളിൽ വളരെ കനപ്പെട്ട ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട യുദ്ധസന്നാഹത്തിലെ പട്ടാളക്കാർക്ക് സമാനമാണ് അവരുടെ. അതുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ ഫത്ത് കൊടുത്തിരിക്കുന്നത് അവർക്ക് ജുമാ നിർബന്ധമില്ല. അവർ ലോഹറും അസറും ജമ്മും കസറുമായിട്ട് സൗകര്യമുള്ള സമയത്ത് മഗ്‌രിബിന് മുമ്പായിട്ട് ലോഹറും അസറും ഒക്കെ ഒരുമിച്ച് നിസ്കരിച്ചാൽ മതി എന്ന് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളും അതിനനുസരിച്ച് ഒരുങ്ങിയിട്ട് വരുന്ന ഇലക്ഷന് നമ്മുടെയൊക്കെ നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ് നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ആ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് മാന്യമായി അന്തസ്സായി നമ്മെ ആര് ഭരിക്കണം എന്നത് കൃത്യമായി നാം തീരുമാനിക്കുന്ന ഈ ഒരു യുദ്ധത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാകുക. ആ യുദ്ധത്തിൽ നാം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം നമ്മുടെ വോട്ടാണ്. ആ വോട്ട് പാഴാക്കരുത്, കൃത്യമായി തന്നെ അത് ചെയ്യുക. റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെ അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. നാട് മുഴുവനും ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും ചൂടുകൊണ്ടും കഷ്ടപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ വീണ്ടും വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കണം, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൈ പൊക്കിക്കൊണ്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുമ്മ ഗ്ഥിനാ ഗൈഥൻ മുഗീഥ, اللهم اغثنا غيثا مغيثا، اللهم اغثنا غيثا مغيثا مريئا نافيا غير ضار عاجلا غير آجل، مريئا نافيا غير ضار عاجلا غير آجل. اللهم اسق عبادك وبهائمك وانشر رحمتك وأحيي بلدك الميت. اللهم اغثنا، اللهم اغثنا، اللهم اغثنا، اللهم اغثنا، اللهم اغثنا، اللهم جللنا سحابا كثيفا، اللهم اغثنا غيثا مغيثا فصيحا دلوقا لحوقا تمطرنا منه ردا قطقطا سجلا يا ذا الجلال والإكرام. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ സുബലമായ മഴ പെയ്യിപ്പിച്ചു തരണമേ റഹ്മാനെ. ജീവജാലങ്ങൾക്ക് മുഴുവനും വെള്ളം കിട്ടുന്ന രീതിയിലുള്ള ശാന്തമായ അപകടമില്ലാത്ത നല്ല മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ച് ഞങ്ങളുടെ ഭൂമിയെ നീ തണുപ്പിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ജീവജാലങ്ങൾക്ക് നീ വെള്ളം തന്ന് അനുഗ്രഹിക്കണേ റബ്ബേ. ചൂടിനൊരു ആശ്വാസം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, നീയല്ലാതെ ഞങ്ങൾക്ക് രക്ഷകനില്ല. ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട്, തെറ്റുകൾ കൊണ്ട്, ഞങ്ങളുടെ കുറ്റങ്ങൾ കൊണ്ട്, ഞങ്ങളുടെ അവിവേകങ്ങൾ കൊണ്ട് ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കരുത് നാഥാ. അല്ലാഹുവേ, അല്ലാഹുമ്മ അഗ്ഥിനാ ഗൈഥൻ മുഗീഥ, അല്ലാഹുമ്മ അഗ്ഥിനാ ഗൈഥൻ മുഗീഥ, അല്ലാഹുമ്മ അഗ്ഥിനാ ഗൈഥൻ മുഗീഥ. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر